അത്ഭുതകരമായ ഒരു ഇസ്മാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇൻഷാ അല്ലാഹ് ഈ ഇസ്മിൻ്റെ അമലുകൾ അത്ഭുതമാണ്. പടപ്പുകളുടെ ഇഷ്ടം നേടിയെടുക്കാൻ, എവിടെയും നമ്മൾ ഒറ്റപ്പെടാതിരിക്കാൻ, അള്ളാഹുവിൻ്റെ സഹായം എല്ലാ വിഷയത്തിലും നമുക്കുണ്ടാകാൻ, പെൺകുട്ടികൾക്ക് പെട്ടെന്ന് കല്യാണം ശരിയാകാൻ, ഇങ്ങനെ തുടങ്ങിയ വ്യത്യസ്തമായ അമലുകൾ നമ്മൾ ചർച്ച ചെയ്യുകയാണ്. ഏതാണ്, എങ്ങനെയാണ് എന്ന് കൃത്യമായി മനസ്സിലാക്കാൻ മജ്ലിസ് മുഴുവനായും കേൾക്കുക, അല്ലെങ്കിൽ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വകഫാ വസലാമുൻ അലാ ഇബാദിഹിൽ ലദീന ഇസ്തഫാ. അമ്മാ ബഅദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മജ്ലിസിനെ സ്വീകരിക്കട്ടെ. നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു സന്തോഷം നൽകട്ടെ, സമാധാനം നൽകട്ടെ, റാഹത്ത് നൽകട്ടെ. ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന എല്ലാ സാമ്പത്തിക, ശാരീരിക, മാനസിക, പൈശാചികമായ വിഷമങ്ങളും പ്രയാസങ്ങളും അല്ലാഹു മാറ്റിത്തരട്ടെ. ദുആ വസിയത്ത് ചെയ്ത ധാരാളം ആളുകൾ അല്ലാഹു മുഴുവൻ ആളുകളെയും അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധമായ റമളാൻ കൊണ്ട് വിജയിക്കാനും സൽക്രമങ്ങളെ കൊണ്ട് മുന്നേറാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹുവിൻ്റെ പരിശുദ്ധമായ അസ്മാഉൽ ഹുസ്നയിലെ ഒരുപാട് ഇസ്മുകൾ, അതിൻ്റെ മഹത്വങ്ങൾ, അതിൻ്റെ ഫളലുകൾ, അതിൻ്റെ അമലുകൾ, അതിൻ്റെ അദദുകൾ നമ്മൾ സംസാരിച്ചു. ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് അസ്മാഉൽ ഹുസ്നയിലെ 49ാമത്തെ ഇസ്മാണ്. 49ാമത്തെ ഇസ്മ് മജീദ് എന്നുള്ളതാണ്. എന്താണ് മജീദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? മജീദ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? മജീദ് എന്ന് പറഞ്ഞാൽ അളീം എന്ന അർത്ഥം നമുക്ക് കാണാൻ കഴിയും. മഹത്വമുള്ളവൻ, കസീറുൽ ഖൈർ, കസീറുൽ ഇഹ്സാൻ, ഖൈറും ബർക്കത്തും നന്മയുമൊക്കെ അധികരിച്ചവൻ, വളർമയുള്ളവൻ, മജ്ദും ജലാലിയത്തും അധികരിച്ചവൻ. ഇങ്ങനെയൊക്കെ നമുക്ക് ഈ മഹത്തായ ഇസ്മിനെ അർത്ഥം പറയാൻ കഴിയും. അതായത് മഹോന്നതനായ അല്ലാഹ് എന്ന് ചുരുക്കി നമുക്ക് ഇതിനെ അർത്ഥം പറയാം. ഇതിൻ്റെ അദദ് വരുന്നത് 57 മജീദ്. മീം 40, ജീം 3, യാ 10, ദാൽ 4, ടോട്ടൽ 57. മജീദ് എന്നുള്ള ഇസ്മിനെ വിശുദ്ധമായ ഖുർആനിൽ ധാരാളം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവിനെ കുറിച്ച് മാത്രമല്ല, അല്ലാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആനിനെ കുറിച്ചും പരിശുദ്ധമായ അർശിനെ കുറിച്ചൊക്കെ പറഞ്ഞതായി നമുക്ക് കാണാൻ കഴിയും. ദുൽ അർശിൽ മജീദ് ബൽ ഹുവ ഖുർആനും മജീദ് എന്നൊക്കെ വിശുദ്ധമായ ഖുർആനിൽ മജീദ് എന്നുള്ള ഇസ്മിനെ അല്ലാഹു കൊണ്ടുവന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. മാത്രമല്ല 5 നേരം നമ്മൾ നിസ്കരിക്കുമ്പോഴും ആ നിസ്കാരത്തിൽ നമ്മൾ ചൊല്ലുന്നൊരു സ്വലാത്തുണ്ട്, സ്വലാത്ത് ഇബ്രാഹിം സ്വലാത്തിൻ്റെ അവസാനത്തിൽ നമുക്ക് കാണാൻ കഴിയും ഇന്നക ഹമീദും മജീദ് എന്ന് നമ്മൾ പലപ്പോഴും പറഞ്ഞ് പരിചയിച്ച അത്ഭുതകരമായ ഒരു ഇസ്മാണ്. പരിശുദ്ധമായ അസ്മാഉൽ ഹുസ്നയിലെ പല ഇസ്മുകളുടെയും മഹത്വവും ഫളലും അദദും അമലും നമ്മൾ ചർച്ച ചെയ്തതുപോലെ മജീദ് എന്നുള്ള അത്ഭുതകരമായ ഇസ്മിൻ്റെ ചില അമലുകളും ഇൻഷാ അല്ലാഹ് നമ്മൾ ചർച്ച ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല ഈമാനോടെ കേൾക്കാനും അതിലേറെ ഈമാനോടെ അമല് ചെയ്യാനും നല്ല തവക്കുലോടെ റിസൾട്ട് നേടിയെടുക്കാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒന്നാമത്തെ അമൽ എന്നുള്ളത് പടപ്പുകളുടെ സ്നേഹം ലഭിക്കാൻ. പടപ്പുകൾ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ അടിമകൾ, അള്ളാഹുവിൻ്റെ സൃഷ്ടികൾ, മനുഷ്യർ, നമ്മെപ്പോലെയുള്ള നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവർ, നമ്മുടെ കുടുംബത്തിലുള്ളവർ, നമ്മുടെ അയൽപ്പക്കങ്ങളിലുള്ളവർ, നമ്മുടെ സമൂഹത്തിലുള്ളവർ, ഇങ്ങനെയുള്ള പടപ്പുകളുടെ സ്നേഹം നമുക്ക് നേടിയെടുക്കാൻ, അവരുടെ ഇഷ്ടം നേടിയെടുക്കാൻ, അവരുടെ പരിഗണന നേടിയെടുക്കാൻ, ആർക്കും നമ്മളോട് വെറുപ്പില്ലാതിരിക്കാൻ 5 നേരം നമസ്കാര ശേഷവും യാ മജീദു യാ അല്ലാഹ് എന്നുള്ള ഇസ്മ്, മജീദ് എന്നുള്ള ഇസ്മിൻ്റെ കൂടെ ജലാലിയത്തിൻ്റെ ഇസ്മ് ചേർത്തി യാ മജീദു യാ അല്ലാഹ് എന്ന് 99 തവണ നമ്മൾ പറയുക എന്നുള്ളതാണ്. ഇൻഷാ അല്ലാഹ് എല്ലാ പടപ്പുകളും നമ്മെ സ്നേഹിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. എല്ലാവരുടെയും ഇഷ്ടം നേടിയെടുക്കാൻ നമുക്ക് കഴിയും എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല ഈമാനോടെ ചെയ്ത റിസൾട്ട് നേടിയെടുക്കാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. രണ്ടാമത്തെ ഒരു അമൽ എന്നുള്ളത് ഒറ്റപ്പെടാതിരിക്കാൻ.
ആളുകൾ നമ്മെ ഒറ്റപ്പെടുത്താതിരിക്കാൻ. കുടുംബത്തിൽ ഒറ്റപ്പെടുക എന്നുള്ളത് വളരെ പ്രയാസമുള്ള ഒരു കാര്യമാണ്. സമൂഹത്തിൽ ഒറ്റപ്പെടുക എന്നുള്ളത് വളരെ സങ്കടകരമായ ഒരവസ്ഥയാണ്. ജോലി സ്ഥലങ്ങളിൽ സഹപ്രവർത്തകർക്കിടയിൽ ഒറ്റപ്പെടുക എന്നുള്ളത് വളരെ വിഷമമുള്ള ഒരു വിഷയമാണ്. പല ആളുകളും വിദേശ രാജ്യങ്ങളിൽ നിന്നൊക്കെ മെസ്സേജ് അയക്കാറുണ്ട്. എൻ്റെ മുതലാളി, എൻ്റെ മാനേജർ മുമ്പൊക്കെ നല്ല സ്നേഹം ഉണ്ടായിരുന്നു, ഇപ്പോൾ എപ്പോഴും കുറ്റപ്പെടുത്തുകയാണ്, പരിഹസിക്കുകയാണ്, കളിയാക്കുകയാണ്, കൂട്ടുകാർക്കിടയിൽ ഞാൻ ഒറ്റപ്പെടുകയാണ്, ഞാനൊരു കോമാളിയായിരിക്കുകയാണ്, ഇങ്ങനെയൊക്കെ പറഞ്ഞ് പരിഹാരം ചോദിക്കുന്നവരുണ്ട്. അവർക്കൊക്കെ ഉപകാരപ്പെടുന്ന അത്ഭുതകരമായ ഒരു ഇസ്മാണ് മജീദ് എന്നുള്ളത്. എവിടെയും നമ്മൾ ഒറ്റപ്പെടരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ സഹായം, എല്ലാ പരിഗണനയും ബഹുമാനവും ജനങ്ങളുടെ സ്നേഹവും ഇഷ്ടവുമൊക്കെ അള്ളാഹു നമുക്ക് നൽകുന്നതിന് വേണ്ടി സുബ്ഹി നമസ്കാര ശേഷം 99 തവണ ഈ ഇസ്മിനെ ചൊല്ലുക. യാ മജീദ് യാ അല്ലാ, യാ മജീദ് യാ അല്ലാ, യാ മജീദ് യാ അല്ലാ. എന്നിട്ട് നാം നമ്മുടെ കൈവെള്ളയിലേക്ക് ഊതുക. എന്നിട്ട് നമ്മുടെ കൈവെള്ള കൊണ്ട് നാം മുഖം തടവിക്കഴിഞ്ഞാൽ, അങ്ങനെ എല്ലാ ദിവസവും സുബ്ഹിക്ക് ശേഷം നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ എവിടെയും നമ്മൾ ഒറ്റപ്പെടില്ല. ഏത് പ്രതിസന്ധികളിലും നമ്മുടെ കൂടെ നിൽക്കാൻ ആളുകളുണ്ടാകും. ആരും നമ്മോട് പിണങ്ങിപ്പോവുകയില്ല. എല്ലാവർക്കും നമ്മോട് ഇഷ്ടമുണ്ടാകും, നമ്മെ ചേർത്ത് പിടിക്കുമെന്ന് നമ്മുടെ ഉലമാക്കൾ വിശദീകരിക്കുകയാണ്. മൂന്നാമത്തെ ഒരു അമൽ എന്നുള്ളത് പെൺകുട്ടിയെ ഇഷ്ടപ്പെടാൻ, പെൺകുട്ടികൾക്ക് ചൊല്ലാനുള്ള അത്ഭുതകരമായ ഒരു ഇസ്മാണ് മജീദ് എന്നുള്ളത്. ഒരു ചെക്കൻ പെണ്ണിനെ കാണാൻ വരുമ്പോൾ ആ പെണ്ണിൻ്റെ യഥാർത്ഥ സൗന്ദര്യം അവർക്ക് ബോധ്യപ്പെടാനും ഇഷ്ടപ്പെടാനും കല്യാണം ശരിയാകാനും സഹായിക്കുന്ന അത്ഭുതകരമായ ഒരു ഇസ്മ 99 തവണ സുബ്ഹി നമസ്കാര ശേഷം യാ മജീദ് യാ അല്ലാ, യാ മജീദ് യാ അല്ലാ, യാ മജീദ് യാ അല്ലാ എന്ന് ചൊല്ലിയിട്ട് കൈവെള്ളയിലേക്ക് മന്ത്രിക്കുക. എന്നിട്ട് കൈവെള്ള കൊണ്ട് നാം മുഖം തടവുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് പെണ്ണ് കാണാൻ വരുന്ന ആ ദിവസത്തിൽ ഒരു പെൺകുട്ടി ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പെണ്ണ് കാണാൻ വരുന്ന പയ്യന് ഇവളെ ഇഷ്ടപ്പെടുകയും ഇവളുടെ യഥാർത്ഥ സൗന്ദര്യം അവന് ബോധ്യപ്പെടുകയും അല്ലാഹു സുബ്ഹാനഹു വ തആല വിഷയത്തിൽ ഒരു ഖൈറ് നൽകുകയും സഹായം നൽകുകയും ചെയ്യുമെന്ന് നമ്മുടെ ഉലമാക്കൾ വിശദീകരിക്കുകയാണ്. നാലാമത്തെ ഒരു അമൽ എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സഹായം നമുക്ക് എല്ലാ വിഷയത്തിലും ലഭിക്കാൻ, അള്ളാഹുവിൻ്റെ ഇഷ്ടം ലഭിക്കാൻ, വണ്ണമായ പ്രതിഫലം അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകാൻ, എല്ലാ വിഷയത്തിലും അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഒരു നോട്ടവും സഹായവും നമുക്ക് ലഭിക്കാൻ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ അസ്മാഉൽ ഹുസ്നയിലെ മജീദ് എന്നുള്ള ഇസ്മിനെ നമ്മൾ ചേർത്ത് പിടിക്കുക എന്നുള്ളതാണ്. മജീദ് എന്നുള്ള ഇസ്മിൻ്റെ അദദ് 57 5 നേര നമസ്കാര ശേഷവും യാ മജീദ് യാ അല്ലാ, യാ മജീദ് യാ അല്ലാ, യാ മജീദ് യാ അല്ലാ എന്ന് 57 തവണ പറയുന്ന ഒരു പതിവ് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ കൈവിടൂല. എല്ലാ വിഷയത്തിലും അള്ളാഹുവിൻ്റെ നോട്ടവും സഹായവും ഉണ്ടാകും. അള്ളാഹുവിൻ്റെ ഇഷ്ടം നമുക്ക് നേടിയെടുക്കാൻ കഴിയും. ഇസ്മ പതിവാക്കുന്നതിൻ്റെ മഹത്തായ പ്രതിഫലവും നമുക്ക് നേടിയെടുക്കാൻ കഴിയും എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ചിന്തിക്കാനും ഉൾക്കൊള്ളാനും നല്ല ഈമാനോടെ നല്ല തവക്കുലോടെ ഈ അമലുകളൊക്കെ ചെയ്യാനും അതിൻ്റെയൊക്കെ റിസൾട്ട് നേടിയെടുക്കാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീക്ക് നൽകട്ടെ. മജീദ് എന്നുള്ള ഇസ്മിൻ്റെ ഒരുപാട് അമലുകൾ ചൊല്ലാനുള്ളതും ചെയ്യാനുള്ളതും ഒരുപാട് ഇനിയും നമുക്ക് ചർച്ച ചെയ്യാനുണ്ട്. എല്ലാവർക്കും ഉപകാരപ്പെടുന്ന, ചെയ്യാൻ കഴിയുന്ന ചില പ്രധാനപ്പെട്ട അമലുകളാണ് നമ്മൾ പരിചയപ്പെട്ടത്. മറ്റമലുകൾ ഇനിയും നമ്മൾ ചർച്ച ചെയ്യും. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.